നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. 1000 സ്വലാത്ത് പതിവാക്കാനും അത് മരണം വരെ നിലനിർത്താനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പലരും പറയാറുണ്ട് 1000 സ്വലാത്ത് ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്, മടിയാണ്, കഴിയുന്നില്ല, 1-2 ദിവസം ചെല്ലും, പിന്നെ മടി പിടിക്കുകയാണെന്നുള്ളത്. അപ്പോൾ അവരോടാണ് പറയുന്നത്, മടി പിടിച്ചിരിക്കുമ്പോൾ പുറത്ത് ഭിക്ഷക്കാരനെ കണ്ടാലും മനസ്സലിയില്ല. സ്വലാത്ത് ചൊല്ലുന്നവന്റെ ഹൃദയം നനവുള്ളതാണ്. റോഡിൽ കിടക്കുന്ന പൂച്ചയെ കണ്ടാൽ പോലും പാവം എന്ന് തോന്നും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന്റെ നബിയാണ്. അവിടത്തെ സ്മരിച്ചാൽ നീയും കാരുണ്യമുള്ളവനാകും. നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് നല്ല ചിന്തകളും നല്ലത് പറയാനും നല്ലതിൽ ഏർപ്പെടാനൊക്കെ കഴിയും. ആ മടിയൊക്കെ അവിടെ നിന്ന് താനിയെ ഇറങ്ങിപ്പോകും, ഇല്ലാതായിക്കോളും. ഇവിടെ നോക്കൂ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പാറ പോലെ ആയിരുന്നു. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ മെഴുക പോലെയായി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹം കിട്ടി. നീയും സ്വലാത്ത് ചൊല്ല്, നിന്നെ വെറുക്കുന്നവനോട് പോലും അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് പറയാൻ തോന്നും. നമ്മള് മുമ്പുണ്ടായിരുന്ന ജീവിതത്തെക്കാളും വലിയൊരു മാറ്റമാണ് 1000 സ്വലാത്ത് നിത്യജീവിതത്തിൽ ഉണ്ടെങ്കിൽ വരാം. ഇവിടെ ഉമർ നമ്മൾക്ക് ഈ മടിയും നമ്മളെ തെറ്റുകളും എല്ലാം പൊറുക്കപ്പെടാനും എല്ലാത്തിനും പറ്റിയൊരു അമലാണ് സ്വലാത്ത് പതിവാക്കുക എന്നുള്ളത്. ഇപ്പൊ ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി വന്ന ആളാണ്. പക്ഷെ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നറിഞ്ഞപ്പോൾ അത് ആരാണ് പറഞ്ഞത്? അവരെ തലയെടുക്കും എന്നതിലേക്ക് ഉമർ റളിയല്ലാഹുവിന്റെ ഈമാനും അവിടുത്തെ ആ ഒരു മഹബത്ത് മാറിയെങ്കിൽ, അത്രത്തോളം ആ ഹൃദയത്തിന് മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്താണ്. അപ്പൊ നമ്മൾ ആ ഒരു മടിയും നമ്മളിപ്പോ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം മാറാനും ഇനി ഒരു നന്നാകണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ 1000 സ്വലാത്ത് പതിവാക്കിയാൽ വല്ലാത്തൊരു മാറ്റം ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. 1000 സ്വലാത്ത് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് സ്വലാത്ത് ചെല്ലുന്നതെങ്കിൽ നാവിന് മാത്രമാണ് അതിന്റെ അനുഭൂതി കിട്ടുക. 40 ദിവസം കഴിയുമ്പോൾ ഹൃദയത്തിലേക്ക് ഇറങ്ങും. പിന്നെ ചൊല്ലാതിരിക്കാൻ നമുക്ക് പറ്റില്ല, മധുരം പോലെ തോന്നും. അതാണ് ഹൃദയം ജീവൻ വെച്ചതിന്റെ ലക്ഷണം. അതിന്റെ ഒരു അനുഭൂതി നമ്മളിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതില്ലാതെ കഴിയില്ല. നമ്മൾ അങ്ങനെയുള്ള ഒരു ഇഷ്ടപ്പെട്ട സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഏതുപോലെ ആ ഒരു സംഭവത്തിന് ശരീരം നമ്മളോട് പറയും സ്വലാത്ത് ചൊല്ലി എന്നുള്ളത്. അത്തരത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് പരിവർത്തനം വരും. 1000 സ്വലാത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന ഹൃദയ സാന്നിധ്യത്തോടെ ആത്മാർത്ഥമായി നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമുക്ക് മാറാൻ കഴിയും. ഉമർ റളിയല്ലാഹുവിന് മുമ്പുള്ള ജീവിതവും പിന്നീടുള്ള ജീവിതം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ എത്ര ഹൃദയ തെറ്റുകളും എന്താണെങ്കിലും അത് സ്വലാത്തിലൂടെ നമുക്ക് മാറ്റി ഏതൊരാളെ കണ്ടാലും നമുക്ക് നന്മ ചിന്തിക്കാൻ കഴിയും. അതന്നെയാണ് ഏറ്റവും വലിയത്. അള്ളാഹു സ്വീകരിക്കട്ടെ.